നമ്മുടെ സർക്കാർ പറയുന്ന കേട്ടില്ലേ? പരസ്യം കണ്ടില്ലേ? കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ പവർ കട്ട് ഇല്ല അത്രേ. നല്ല കാര്യം. പക്ഷേ ഒരു സംശയം. പിണറായി സർക്കാർ വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ചതുകൊണ്ടാണോ കേരളത്തിൽ പവർ കട്ട് ഇല്ലാതായത്? അല്ലേ അല്ല. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് ജലവൈദ്യുതി ഉൽപാദനത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് വെറും 116 മെഗാവാട്ട് മാത്രം. അപ്പോൾ ആരാണ് കേരളത്തിൽ പവർ കട്ട് ഇല്ലാതാക്കിയത്? ജനങ്ങൾ സ്വന്തം കീശയിൽ നിന്ന് കാശെടുത്ത് വീടുകളിൽ സ്ഥാപിച്ച സോളാർ യൂണിറ്റുകൾക്കായി സംസ്ഥാന സർക്കാർ 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല. വൈദ്യുതി ആവശ്യകതയുടെ 70% ഇന്ന് കേരളം നിറവേറ്റുന്നത് സംസ്ഥാനത്തിന് പുറത്തു നിന്ന് അതിഭീമമായ വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയാണ് എന്നതാണ് ഏറ്റവും പ്രധാന വസ്തുത. ഇതിന്റെ ഭാരം സഹിക്കേണ്ടി വരുന്നത് ആരാണ്? ഈ ഉയർന്ന വിലയുടെ പേരിൽ ഇടതുമുന്നണി സർക്കാർ ഇക്കാലയളവിൽ സംസ്ഥാനത്ത് ഏതാണ്ട് 6 തവണ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു. ഈ വരുന്ന ഏപ്രിൽ മാസത്തെ വർധനവ് പോലും കഴിഞ്ഞ വർഷം തന്നെ പ്രഖ്യാപിച്ച സർക്കാരാണിത്. വാസ്തവത്തിൽ പവർ കട്ട് ഇല്ലാത്ത 10 വർഷം എന്നല്ല, തുടർച്ചയായി കറണ്ട് ചാർജ് കൂട്ടിയ 10 വർഷം എന്ന് വേണം പറയാൻ. അതായത് പവർ കട്ട് ഇല്ലാതാക്കിയതിന്റെ പേരിൽ ആർക്കെങ്കിലും പുരസ്കാരം നൽകുന്നുണ്ടെങ്കിൽ അത് വൈദ്യുതി വിലയുടെ ഭാരം ചുമക്കുന്ന ജനങ്ങൾക്കാണ് കൊടുക്കേണ്ടത്. ഒരു കാര്യം കൂടി പറയാം. 12 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മണിയാർ പദ്ധതി വീണ്ടും കാർബോറാണ്ടം യൂണിവേഴ്സൽ എന്ന സ്വകാര്യ കമ്പനിക്ക് കാലാവധി പൂർത്തിയായിട്ടും 25 വർഷത്തേക്ക് കൂടി നീട്ടി നൽകിയ സർക്കാരാണിത്. അതായത് സർക്കാരിന് സ്വന്തമാകുമായിരുന്ന ഒരു വൈദ്യുതി പദ്ധതി അങ്ങനെ ഒരു സ്വകാര്യ മുതലാളിക്ക് ദാനമായി നൽകി വളരെ കുറഞ്ഞ ചെലവിൽ ലഭ്യമാകുമായിരുന്ന വൈദ്യുതി നഷ്ടപ്പെടുത്തിയവരാണ് പവർ കട്ട് ഇല്ലാത്ത കേരളം സൃഷ്ടിച്ചു എന്ന് വീമ്പ് പറയുന്നത്.